ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ വിനിമയ മലയാളവും വാണിജ്യരചനയും എന്ന ഭാഗത്ത് റഫീഖ് അഹമ്മദിൻ്റെ വഴിക്കണ്ണ് എന്നൊരു കവിത പഠിക്കാനുണ്ട്. മലയാളത്തിലെ പുതുതലമുറയിൽപ്പെട്ട കവികളിൽ വ്യത്യസ്തമായിട്ടുള്ള കാവ്യ രചന കൊണ്ടും ഭാഷ കൊണ്ടും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കവിയാണ് റഫീഖ് അഹമ്മദ്. തികഞ്ഞ രാഷ്ട്രീയ ജാഗ്രത പുലർത്തുന്ന കവി കൂടിയിട്ടാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ വഴിക്കണ്ണ് എന്ന കവിതയും ഇത്തരത്തിലുള്ള ഒരു വിചാരത്തിൻ്റെ ജാഗ്രത പുലർത്തുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് ഈ കവിത. പകയും പ്രതികാരവും രാഷ്ട്രീയമൊക്കെ കൊലപാതകത്തിൽ എത്തിച്ചേരുന്ന കാലഘട്ടത്തിൽ കൊല്ലുന്നതും മരിക്കുന്നതും മനുഷ്യരാണ് എന്നൊരു ബോധത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നതോടൊപ്പം തന്നെ കൊല്ലുന്നവനെയും ചാവുന്നവനെയും ഏതോ അമ്മമാർ പെറ്റതാണെന്ന് ഉറക്കെ പറയുകയും രണ്ടുപേർക്കും വീടും കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയും അയാളെയും കാത്ത് ഒരമ്മയോ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്നും കൊലക്കത്തിയുമായി പുറപ്പെടുന്ന മനുഷ്യരത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പിഞ്ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ കവിത. അരക്ഷിതരും നിരാലംബരുമായി തീർന്ന മനുഷ്യർ തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടവരായിത്തീരുന്നു. നിഷ്കളങ്കതയുടെ പൂമുട്ടുകളിലേക്ക് ചോരത്തെറിച്ചുടുങ്ങുന്ന ബാല്യങ്ങൾ ഉണ്ടാകുന്നു. കൊലപാതക വാർത്തകൾ വായിച്ചു തള്ളുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇവരെക്കുറിച്ചിട്ടുള്ള ആശങ്കകളും വേവലാതികളും ഒക്കെ ഉണ്ടായേക്കാം. വഴിക്കണ്ണ് അത്തരത്തിലുള്ളൊരു ചിത്രമാണ് ഇവിടെ കോറിയിടുന്നത്. ഈ കവിതയിൽ രാത്രി ഏറെയായിട്ടും അച്ഛൻ വന്നിട്ടില്ല. കുറച്ചുനാൾ മുമ്പ് വീട് വിട്ടിറങ്ങിയതാണ്. ആരോടോ ഉള്ള പക അച്ഛൻ്റെ കണ്ണിൽ കത്തുന്നുണ്ടായിരുന്നു. അതിനെ ആളിക്കത്തിക്കാൻ പാകത്തിൽ കരളരിക്കുന്ന മദ്യവും അകത്തുണ്ട്. ആ കുഞ്ഞ് കൈവീശി യാത്രയാക്കിയിട്ടും അത് കാണാനൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അച്ഛൻ വളരെ ദിവസങ്ങൾക്ക് മുൻപ് പോയതാണ്. ആ അച്ഛനെയാണ് ഈ കവിതയിലെ ഉണ്ണി കാത്തിരിക്കുന്നത്. അങ്ങകലെ കുന്നും പുറത്തു നിന്നും ചൂട്ടുമിന്നി കടന്നു വരുന്നത് കുന്നത്തൂർക്കാവിലെ തേവരാണോ അതോ പൊന്നണിഞ്ഞ അമ്പിളി മാമനാണോ, അതുമല്ല ഉണ്ണിയുടെ അച്ഛൻ തന്നെയാണോ എന്ന് സംശയിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ഉണ്ണിയുടെ കാഴ്ചകളിലൂടെയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. അച്ഛൻ അന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമുണ്ടായ സംഭവങ്ങളെ ഉണ്ണി ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് വലിയ സംഘർഷങ്ങളുണ്ടായി, ബോംബ് പൊട്ടി, പാടവരമ്പത്ത് ചോര ചിന്തി ഒക്കെ ഈ കുട്ടി അറിഞ്ഞിട്ടുണ്ട്. വളരെ ആശങ്ക അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, ഭീതി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ കാഴ്ചയിൽ ഒരു കൊലപാതകത്തിൻ്റെ ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കവിതയിലൂടെ കടന്നു പോകുമ്പോൾ കാണാം. വാഴത്തോപ്പിലും പ്ലാവിൻ ചുവട്ടിലും ഇടവഴികളിലും ഒക്കെയുള്ള കാൽപ്പെരുമാറ്റങ്ങളും നിഴൽപ്പാടുകളും പേടിപ്പെടുത്തുന്ന കനത്ത നിശബ്ദതയും അതിനെ ലംഘിച്ച് കടന്നു വരുന്ന പനമ്പട്ടയുടെ ശബ്ദവും എന്തൊക്കെയോ പൊട്ടിത്തകരുന്ന ഒച്ചയുമെല്ലാം ആ ഉണ്ണി തിരിച്ചറിയുന്നുണ്ട്. ആ പരിസരമാകെ പൊതിഞ്ഞു നിൽക്കുന്ന സംഘർഷാവസ്ഥയെയും ഉണ്ണിയുടെ നിഷ്കളങ്കതയോടുള്ള കാത്തിരിപ്പിൻ്റെയും ഉള്ളിൽ പേറുന്ന ഭയത്തെയും എല്ലാം വരികളിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ആ മിന്നുന്ന ചൂട്ടിലേക്ക് ശ്രദ്ധ ചെന്നെത്തുന്നത്. കുന്നത്തൂർക്കാവിലെ തേവരാണോ പൊന്നമ്പിളിയാണോ ആയിരുന്നില്ല അതെന്നും തൻ്റെ അച്ഛൻ തന്നെയാണെന്നും ഉണ്ണിക്ക് ബോധ്യമാകുന്നു. കുന്നത്തുനിന്ന് ഇറങ്ങി വന്ന് മുറ്റത്തെത്തി ചൂട്ട് കുത്തിക്കെടുത്തി മുന്നിൽ വന്നു നിന്നെൻ്റെ അച്ഛൻ്റെ ചിത്രം വ്യക്തമായി തെളിയുന്നുണ്ട്. അച്ഛൻ വരുമ്പോഴെല്ലാം ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കരുതാറുണ്ടായിരുന്നു. പന്തോ പമ്പരമോ പിപിയോ ഒക്കെ ആയിരുന്നു അത്. അച്ഛൻ മുറ്റത്തെത്തിയതും കയ്യിലെന്തോ ഒളിപ്പിച്ച് മുന്നിലേക്ക് വരുന്നതാണ് ഉണ്ണി കാണുന്നത്. പക്ഷെ അത് ഉണ്ണി പ്രതീക്ഷിച്ചതൊന്നുമായിരുന്നില്ല. കയ്യിൽ അച്ഛൻ ഒളിപ്പിച്ചത് എന്താണ്? മുറ്റത്തേക്ക് ഇറ്റ് വീണ ചോരയാണെന്ന് ഉണ്ണി തിരിച്ചറിയുകയാണ്. തൻ്റെ കണ്ണിൽപ്പെടാതെ അച്ഛൻ ഒളിപ്പിച്ചത് ഒരു കൊലക്കത്തിയാണ് എന്ന തിരിച്ചറിവ് ഉണ്ണിയെ എത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവണം. ഉണ്ണിയുടെ ഭയവും ആശങ്കയും വെളിപ്പെടുത്തുന്നതിന് പകരം മറ്റൊരു ശബ്ദത്തിലേക്കാണ് കവി നമ്മളെ ക്ഷണിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്നും ഇറ്റ് വീഴുന്ന ചോരത്തുള്ളികളിലേക്ക് അകലെ നിന്നും നേർത്തു വരുന്ന ഒരു കരച്ചിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അച്ഛനെ കാത്തിരിക്കുന്നത് മറ്റൊരു ഉണ്ണിക്കിടാവിൻ്റെ കരച്ചിലാണ്. കൊന്നവൻ ഒരു ഉണ്ണിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
കൊല്ലപ്പെട്ടവനെയും കാത്ത് അകലെ ഒരിടത്ത് മറ്റൊരു ഉണ്ണി നിന്ന് കരയുന്നുണ്ട് എന്ന് ഈ കവിത പറയുന്നു. അപ്പുറവും ഇപ്പുറവും രണ്ട് കുട്ടികളുടെ കാത്തിരിപ്പും കരച്ചിലും അവരുടെ വേദനയും ബാക്കിയാവുന്നുണ്ട് എന്ന് കവിത ഓർമ്മപ്പെടുത്തുന്നു. ഏതൊരു കൊലപാതകിക്കും ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഈ കവിത നമുക്ക് മുൻപിലേക്ക് സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കവിതയുടെ അവതരണം സവിശേഷപരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്വഭാവത്തോട് കൂടിയിട്ടാണ്. അതായത് ഇതിലെ ഉണ്ണിയുടെ കാഴ്ചപ്പാടിൽ ആ ഉണ്ണിക്ക് സ്വപ്നമെന്നും തോന്നുന്ന രീതിയിൽ കുന്നും പുറത്തു നിന്ന് ചൂട്ടുമിന്നി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഉണ്ണിയുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ, സംഘടനകളുടെ ശേഷിപ്പുകൾ, പിന്നെ ഒച്ചയനക്കങ്ങൾ, ഉണ്ണിയുടെ മുഖത്ത് സൃഷ്ടിക്കുന്ന ഭാവമാറ്റങ്ങൾ, കനത്ത നിശബ്ദതകളിലേക്ക് അതിലേക്ക് വരുന്ന ചൂട്ടിന്റെ മിന്നൽ, മുറ്റത്ത് കയറി വരുന്ന അച്ഛൻ, കാത്തിരിക്കുന്ന ഉണ്ണി, ഉണ്ണിയുടെ പ്രതീക്ഷ, കയ്യിലുള്ളത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ, ഇറ്റ് വീഴുന്ന ചോര, ഭയന്നു നിൽക്കുന്ന ഉണ്ണിയുടെ മുഖത്തേക്കും ഇറ്റ് വീഴുന്ന ചോരത്തുള്ളികളിലേക്കും ഒഴുകിയെത്തുന്ന മറ്റൊരു ഉണ്ണിയുടെ കരച്ചിൽ, ഇങ്ങനെ ദൃശ്യഭാഷയുടെ പരിചരണം കൂടി ഒത്തുചേരുന്നുണ്ട് ഈ കവിതയിൽ. ഈ കവിതയുടെ രചനാ സങ്കേതം എന്ന നിലയിൽ വളരെ വ്യത്യസ്തത ആർന്ന അവതരണമാണ് എന്ന് നമ്മൾ ഓർത്തുവയ്ക്കുക. കൊലപാതക രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരു മനുഷ്യജീവിതം മാത്രമല്ല എന്നും കൊന്നവനെയും കൊല്ലപ്പെട്ടവനെയും കാത്തിരിക്കുന്ന കുട്ടികളുടെ ജീവിതം കൂടിയാണെന്നും ഈ കവിത പറയുന്നു. രാഷ്ട്രീയ പകയും പ്രതികാരവും മാറ്റിവെച്ച് കണ്ണൊന്നകത്തേക്ക് തിരിച്ചാൽ നമുക്ക് കൊലപാതകമാവുന്നതിന്റെ പകരം നല്ലത് ഒരു മനുഷ്യനാകാൻ പറ്റും എന്ന് ഈ കവിത വിളംബരം ചെയ്യുന്നുണ്ട്. വഴിക്കണ്ണുമായി നിൽക്കുന്ന എത്രയോ മനുഷ്യരുടെ അതാണിയും അഭയവുമൊക്കെ അല്ലേ നിങ്ങൾ എന്ന് കവിത ചോദിക്കുന്നുണ്ട്. കൊലക്കത്തിയായി തീർന്ന മറ്റൊരാളെയും അതൊക്കെ തന്നെയല്ലേ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ അവശേഷിപ്പിക്കുന്നത്? പകയുടെയോ വൈരാഗ്യത്തിന്റെയോ പ്രതികാരത്തിന്റെയോ ചോരക്കഥകളോ പറ്റാത്ത കണ്ണീരാണോ? നീറുന്ന ഓർമ്മകളാണോ? അകത്തും പുറത്തും പടർന്നു കയറുന്ന അപകർഷങ്ങളാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ കാവ്യാന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് റഫീഖ് അഹമ്മദിന്റെ ഈ കവിത അവസാനിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. വഴിക്കണ്ണ് എന്നുള്ള കവിത വ്യത്യസ്തമാർന്ന രാഷ്ട്രീയ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കവിത കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.